20 വർഷം മുൻപ് കളിക്കുന്നതിനിടെ ട്രെയിനിൽ അകപ്പെട്ട് കോഴിക്കോട്ടെത്തിയ ഉത്തർപ്രദേശ് സ്വദേശിയായ പൂനത്തെക്കുറിച്ച് നമ്മൾ നേരത്തെ ഗുഡ് ഈവനിംഗ് വിത്ത് സുജയ ഷോയിൽ തന്നെ പറഞ്ഞിരുന്നു. പൂനത്തെ കാണുന്നതിനായി സഹായം എത്തിച്ച ആളുകളെയും നമ്മൾ പരിചയപ്പെട്ടിരുന്നു. ഇപ്പോൾ പൂനം വീട്ടിലെത്തി അച്ഛനെയും അമ്മയും കണ്ടു എന്ന സന്തോഷം കൂടി പങ്കുവയ്ക്കാനുണ്ട്. വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടെയാണ് പൂനത്തെ വീട്ടുകാരും നാട്ടുകാരും ചേർന്ന് സ്വീകരിച്ചത്. ആ ദൃശ്യങ്ങൾ റിപ്പോർട്ടറിന് കിട്ടി. വാട്ടർ അതോറിറ്റി ജീവനക്കാരിയായ മിനിയാണ് യാത്രക്കിടെ പൂനത്തിന്റെ വീട്ടുകാരെ കണ്ടെത്തിയതും ഉത്തർപ്രദേശിലേക്ക് പൂനത്തെ എത്തിച്ചതും. പൂനത്തിന്റെ മാതാപിതാക്കളെ കണ്ടെത്തിയ വാർത്ത റിപ്പോർട്ടറാണ് പുറത്തു കൊണ്ടുവന്നത്. റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ്. കളിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ ട്രെയിൻ സ്റ്റാർട്ടായപ്പോൾ ഇറങ്ങാൻ പേടിയായിരുന്നു. അങ്ങനെ ഇറങ്ങിയില്ല. അപ്പോൾ ആ വണ്ടി എവിടെയാണോ കൊണ്ട് നിർത്തിയത് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അടുത്ത ട്രെയിനിൽ കയറി. അവരെ എൻ്റെ അച്ഛനമ്മയും കണ്ടുപിടിച്ച് അപ്പോൾ തന്നെ എന്നെ വീഡിയോ കോളൊക്കെ വിളിച്ച് സംസാരിപ്പിച്ചായിരുന്നു. വീടൊന്നും എനിക്കില്ല. അപ്പോൾ സ്വന്തമായിട്ടാണ് ഒരു വീട് വെച്ചിട്ട് അച്ഛനമ്മയും ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വരണം ഒരു ആഗ്രഹം. उसका नाम पूनम है। पूनम पूनम है उसका नाम। പൂനത്തിന്റെ ജീവിതം റിപ്പോർട്ടറിലൂടെയായിരുന്നു മലയാളികൾ കണ്ടത്. വീട്ടുകാരെ കണ്ടെത്തിയ മിനിയും ഭർത്താവ് വിഷ്ണുവും പൂനത്തിന് വീട്ടിലേക്കുള്ള ടിക്കറ്റ് എടുത്തു കൊടുത്തു. തിങ്കളാഴ്ച ഉച്ചയ്ക്കാണ് പൂനം തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഉത്തർപ്രദേശിലെ മധുരയിലേക്ക് പുറപ്പെട്ടത്. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം പോകുന്നല്ലേ, അപ്പൊ അതിന്റെ ഒരു സന്തോഷത്തിലാണ്, ഒരു ആകാംക്ഷ. ഏറ്റവും കൂടുതൽ ഞാൻ എൻ്റെ അനിയനെയാണ് മിസ് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. എൻ്റെ അച്ഛനമ്മയും കാണാനുള്ള അവസരം ഒരുക്കി തന്നത് മിനി ചേച്ചിയും വിഷ്ണു ചേട്ടനും കൂടിയാണ്. അവിടെ മിനിയും ഭർത്താവും കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ഇന്നലെ ഉച്ചയോടെ പൂനം മധുര റെയിൽവേ സ്റ്റേഷനിലെത്തി. അഞ്ചോ ആറോ വയസ്സുള്ളപ്പോൾ പൂനം കണ്ട കാഴ്ചകളിൽ നിന്ന് ഒരുപാട് വ്യത്യാസം വന്നിരിക്കുന്നു. ആകെ ബാക്കിയുള്ളത് വീട്ടിനടുത്തുള്ള ക്ഷേത്രവും മരവുമായിരുന്നു. ഓരോ സ്ഥലവും പൂനത്തിന് അവർ കാണിച്ചു കൊടുത്തു. വീട്ടിനടുത്തെത്തിയപ്പോൾ നേരത്തെ വീഡിയോ കോളിൽ പൊട്ടിക്കരഞ്ഞ സഹോദരൻ ആകാശ് വാദ്യഘോഷങ്ങളോടെ സഹോദരിയെ സ്വീകരിച്ചു. അച്ഛനെയും അമ്മയെയും സഹോദരങ്ങളെയും വർഷങ്ങൾക്ക് ശേഷം കണ്ട പൂനത്തിന് സന്തോഷം അടയ്ക്കാനായില്ല. മധുരപലഹാരങ്ങളും ഭക്ഷണവുമൊക്കെയായി വീടും അലങ്കരിച്ച് ഇവർ പൂനത്തെ കാത്തു നിൽക്കുകയായിരുന്നു. ഒരു ഗ്രാമത്തിന്റെ ആകെ ഉത്സവമായി മാറി പൂനത്തിന്റെ വരവ്. കുഞ്ഞായിരിക്കുമ്പോഴുള്ള പൂനത്തിന്റെ ഫോട്ടോ എങ്ങനെ കിട്ടി എന്ന ചോദ്യത്തിനുള്ള മറുപടി പൂനം തന്നെ പറയും. കുഞ്ഞിനുള്ള ഫോട്ടോ കോഴിക്കോടിലുണ്ട്. ഞാൻ വന്ന എടുത്ത ടൈമിലെ ഫോട്ടോ അത് കോഴിക്കോടുണ്ട്. പക്ഷെ അത് എന്റെ കയ്യിൽ കിട്ടിയിട്ടില്ല. ഈ ഫോട്ടോ കിട്ടിയെന്ന് വെച്ചാൽ ഞാൻ തിരുവനന്തപുരത്തുള്ള ഒരു അച്ഛനമ്മേനെ ഫോസ്റ്റർ കെയർ ആയിട്ട് എടുത്തപ്പോ അവരെടുത്ത ഫോട്ടോ ആണ് എന്റെ കയ്യിലുള്ളത്. 5ഓ 6ഓ വയസ്സിൽ അവിടെ നിന്ന് ട്രെയിനിൽ അകപ്പെട്ട് കാണാതായ പൂനത്തിന് നാടും വീടും ഓർമ്മയുണ്ടായിട്ടും എന്തുകൊണ്ട് തിരിച്ചു പോയില്ലെന്ന ചോദ്യത്തിനും പൂനത്തിന് മറുപടിയുണ്ട്. അന്വേഷിച്ച് ഞാൻ വന്ന ടൈമിൽ എനിക്ക് ഇന്ന സ്ഥലമാണെന്നൊന്നും അറിഞ്ഞൂടായിരുന്നു, അറിയില്ലായിരുന്നു. അപ്പൊ ഞാൻ കോഴിക്കോട് നിന്ന സമയത്ത് എന്റെ ഈ സർട്ടിഫിക്കറ്റ് എന്തോ വാങ്ങാനായിട്ട് ചെന്നപ്പോ എന്റെ അഡ്മിഷൻ ഫയല് ഞാൻ എന്റെ പത്രത്തിൽ ഒരു പരസ്യം കൊടുത്തത് കണ്ടായിരുന്നു. അപ്പൊ ഞാൻ അതെടുത്ത് നോക്കിയപ്പോ അതില് ഉത്തർപ്രദേശ് എന്നൊരു ഇത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്റെ ഓർമ്മ വെച്ചാൽ ആകെ ആ വീട്ടിനടുത്തുള്ള ശ്രീകൃഷ്ണ ടെമ്പിൾ മാത്രമാണ് ഓർമ്മ. അപ്പൊ ഉത്തർപ്രദേശിൽ നിന്ന് ആ പേപ്പറിൽ കണ്ടത് കൊണ്ടാണ് ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പോ അത് മധുരയിലെ ജനഭൂമിയിലാണ് ആ അമ്പലം ഉള്ളത്. അങ്ങനെയാണ് മനസ്സിലാക്കിയത്. പിന്നെ അത് അന്വേഷിച്ച് പോകാന്ന് പറഞ്ഞാൽ ഒന്നാമത് എന്നെ പോസ്റ്റ് കെയർ ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോഴൊന്നും എനിക്ക് അറിഞ്ഞൂടായിരുന്നു. അടുത്ത ടൈമിൽ എനിക്ക് അറിഞ്ഞൂടായിരുന്നു. ഒരു അറിവ് വന്ന ശേഷമാണ് എന്റെ സ്ഥലം എന്റെ സ്ഥലത്തിൽ ഇന്നതാണെന്നൊക്കെ അറിയുന്നത്. നല്ലൊരു ഉറപ്പില്ല, എന്നാലും ഊഹം വെച്ചിട്ടാണ് ഞാൻ ചേച്ചിയോട് പറഞ്ഞത്. കോഴിക്കോട് വാട്ടർ അതോറിറ്റിയിൽ അപ്രന്റീസായി ജോലി ചെയ്യവേ അവിടെ ഉണ്ടായിരുന്ന ജീവനക്കാരി മിനിയും ഭർത്താവ് വിഷ്ണുവും യാത്രക്കിടെയാണ് അച്ഛനെയും അമ്മയെയും കണ്ടെത്തിയതും ഒടുവിൽ പൂനത്തിന് കാണിച്ചു കൊടുത്തതും. റിപ്പോർട്ടർ TV പ്രസാദ്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.